നമസ്കാരം. ഇന്ത്യയിൽ ഇപ്പോൾ മൊത്തം സംസാര വിഷയം കാറിന്റെ സേഫ്റ്റികളെക്കുറിച്ചാണ്. അടുത്തിടെ നടന്ന ഒരു ഗവേഷണത്തിൽ ബജറ്റ്, മൈലേജ്, ഫീച്ചറുകൾ എന്നിവയേക്കാൾ ഇന്ത്യക്കാർ സേഫ്റ്റിക്കാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് തുറന്നു പറഞ്ഞിരുന്നു. മാറുന്ന ഉപഭോക്തൃ താൽപ്പര്യങ്ങൾക്കും പരിഗണനയ്ക്കും അനുസരിച്ച നമ്പർ 1 കമ്പനിയായി മാരുതി സുസുക്കി വരെ മാറി തുടങ്ങി. അടുത്തിടെയാണ് പുതിയ തലമുറ ഡിസയർ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടുന്ന ആദ്യത്തെ മാരുതി കാറായി മാറിയത്. മാസ് മാർക്കറ്റ് കാറുകളിൽ ഉയർന്ന നിലവാരത്തിലുള്ള സേഫ്റ്റി വാഗ്ദാനം ചെയ്ത പുത്തൻ മാതൃക കാണിച്ച ടാറ്റ മോട്ടോഴ്സ് ആണ് ഇതോടെ ഞെട്ടിയിരിക്കുന്നത്. ടാറ്റയുടെ സഫാരി, ഹാരിയർ, പഞ്ച്, നെക്സൺ എന്നീ കാറുകൾ GNCAP അതുപോലെ തന്നെ ഭാരത് NCAP ക്രാഷ് ടെസ്റ്റുകളിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിരുന്നു. നെക്സോണിന്റെയും പഞ്ചിന്റെയും ഇലക്ട്രിക് പതിപ്പുകളും സമാനമായ ഫലങ്ങളുമായാണ് ഇടിക്കൂട്ടിൽ നിന്ന് തിരിച്ചെത്തിയത്. എന്നാൽ നിലവിൽ വിൽപ്പനയ്ക്കെത്തുന്ന എല്ലാ ടാറ്റ കാറുകൾക്കും 5 സ്റ്റാർ റേറ്റിംഗ് ഇല്ല എന്നതാണ് മറ്റൊരു സത്യം. ഇന്ത്യയിൽ ടാറ്റ വിൽക്കുന്ന ഏറ്റവും സേഫ്റ്റി കുറഞ്ഞ കാറുകൾ എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കുന്ന ഏറ്റവും കുറഞ്ഞ വിലയുള്ള കാറുകളാണ് ടിയാഗോയും ടിഗോറും. ടിയാഗോ ഹാച്ച്ബാക്കും ടിഗോർ കോമ്പാക്ട് സിഡാനുമാണ്. ഈ കാറുകൾ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റുകളിൽ 4 സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് നേടിയത്. അതുകൊണ്ട് തന്നെ ടാറ്റ വിൽക്കുന്ന കാറുകളിൽ ഏറ്റവും കുറഞ്ഞ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള കാറുകളും ഇവ തന്നെയാണ്. സാധാരണ ടാറ്റയുടെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാറുകൾ വെച്ചാൽ എല്ലാവർക്കും നിഷ്പ്രഭം പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു കാറുകൾ പലർക്കും അറിയില്ല. ഈ 2 കാറുകളെ കുറിച്ച് പലർക്കും അറിയില്ല അത് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് എന്നത്. ടിയാഗോയും ടിഗോറും അവസാനം ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിന് വിധേയമാക്കിയത് 2021-ലാണ്. മുതിർന്ന യാത്രക്കാരുടെ സംരക്ഷണയിൽ 17-ൽ 12.5 പോയിന്റാണ് ഈ കാറുകൾ നേടിയത്. കുട്ടികളുടെ സംരക്ഷണത്തിൽ 49-ൽ 34.15 പോയിന്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഹാച്ച്ബാക്കും സിഡാനും 4 സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയത്. കൂടുതൽ കർശനമായ മാനദണ്ഡങ്ങൾ പ്രകാരം 2022-ൽ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റ് പരിഷ്കരിച്ചിരുന്നു. അതിനു മുൻപാണ് ഈ ടാറ്റ കാറുകൾ പരീക്ഷിക്കപ്പെട്ടത്. ഡ്യുവൽ ഫ്രണ്ട് എയർബാഗുകൾ, ABS, ഘടനാപരമായ സമഗ്രത എന്നീ 3 കാര്യങ്ങളായിരുന്നു പ്രധാനമായും അവർ പരിഗണിച്ചിരുന്നത്. മാത്രമല്ല ഫ്രണ്ട് ഓഫ്സെറ്റ് ക്രാഷ് ടെസ്റ്റ് മാത്രമായിരുന്നു പഴയ മാനദണ്ഡങ്ങൾ പ്രകാരം നടത്തിയിരുന്നത്. എന്നാൽ 2022-ന് ശേഷം സൈഡ് ഇമ്പാക്റ്റ്, സൈഡ് പോൾ ഇമ്പാക്റ്റ്, പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷൻ പ്രോട്ടോകോൾ എന്നിവ മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഈ ടെസ്റ്റുകളിൽ മികച്ച പ്രകടനം നടത്തിയത് കൊണ്ട് മാത്രം ക്രാഷ് ടെസ്റ്റിൽ A+ നേടാനാകില്ല എന്നതാണ് ശ്രദ്ധേയം. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, 6 എയർ ബാഗുകൾ, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് ആങ്കർ പോയിന്റുകൾ തുടങ്ങിയ സുരക്ഷാ സവിശേഷതകളും കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഗ്ലോബൽ NCAP പുതിയ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ടാറ്റ ടിയാഗോയും അതുപോലെ തന്നെ ടിഗോറും ഇടിക്കൂട്ടിൽ എത്തിച്ചാൽ അവയുടെ റേറ്റിംഗ് ഇടിയാനും സാധ്യതയുണ്ട്. 2019-ൽ പരീക്ഷിച്ച ഹോണ്ട അമേസ് ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട്. 2019-ൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ അമേസിനെ 2024-ൽ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ വെറും 2 സ്റ്റാർ റേറ്റിംഗിലേക്ക് താഴ്ന്നിരുന്നു. ഡ്യുവൽ ഫ്രണ്ട് എയർബാഗുകൾ, EBD-യുള്ള ABS, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ്, റിയർ പാർക്കിംഗ് സെൻസറുകൾ, എല്ലാ യാത്രക്കാർക്കും 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് എന്നിവയാണ് ടിയാഗോ, ടിഗോർ എന്നീ കാറുകളിൽ ടാറ്റ ഒരുക്കിയിരിക്കുന്ന. ടിയാഗോ ഹാച്ച്ബാക്കിന്റെ വില ആരംഭിക്കുന്നത് 4,99,000 രൂപ മുതലാണ്. ഇതിന് ടോപ്പ് സ്പെക് വേരിയന്റിന്റെ വില വരുന്നത് 7,64,000 രൂപയാണ്. 5,99,000 രൂപ മുതൽ 8,39,000 രൂപ വരെയാണ് ടിഗോറിന്റെ വില പോകുന്നത്. എക്സ്ഷോറൂം വിലകളാണ് ഇതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2 കാറുകളുടെയും ഇലക്ട്രിക് പതിപ്പുകളും ടാറ്റ വിൽക്കുന്നുണ്ട്. മാരുതി സുസുക്കി സേഫ്റ്റിയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയതിനാൽ തന്നെ ടാറ്റ ഈ കാറുകൾ അപ്ഡേറ്റ് ചെയ്യുമോ എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്.